بسم الله الرحمن الرحيم. മക്കളില്ലാത്ത ഒരുപാട് സഹോദരിമാരുണ്ടാകും, ഒരുപാട് സഹോദരന്മാരുണ്ടാകും. ഞാൻ പറയട്ടെ, എന്നോടൊരു സഹോദരൻ പറഞ്ഞത് 18 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല. എന്തൊരു വിഷമമായിരിക്കും. 18 വർഷമായി ഇന്നേ വരെ ഒരു കുഞ്ഞിക്കാല് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. ദുആ ചെയ്യണം. 25 വർഷമായി എനിക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യമില്ല. ദുആ ചെയ്യണമെന്ന് എത്രയെത്ര ആളുകൾ പറയുമ്പോ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവേണ്ട. കല്യാണം കഴിഞ്ഞ് തുടക്ക സമയങ്ങളിൽ എനിക്കിപ്പോഴൊന്നും കുട്ടി വേണ്ട, 2 വർഷം കഴിയട്ടെ എന്ന് നിങ്ങൾ അമാന്തിച്ച് നിൽക്കാറുണ്ടല്ലോ, പിന്തിപ്പിച്ച് നിൽക്കാറുണ്ടല്ലോ. ഇപ്പോഴൊന്നും എനിക്ക് കുട്ടി വേണ്ട, 2 വർഷം കഴിയട്ടെ എന്ന് ചെറുപ്പക്കാർ അവരുടെ മധുവിധ തീരുന്നതിന് വരെ കാത്തിരിക്കാറുണ്ടല്ലോ. അത് ശരിയല്ല. അള്ളാഹു നൽകുന്നതിനെ തടഞ്ഞുന്നത് ഒരിക്കലും അള്ളാഹു പൊരുത്തപ്പെടുന്ന വിഷയമല്ല. നിങ്ങൾക്ക് തോന്നുമ്പോൾ കുട്ടി ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് കുട്ടി ലഭിക്കുമെന്ന് ആരാണ് പറഞ്ഞത്? ആരാ പറഞ്ഞത്? നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് കുട്ടി ലഭിക്കുമെന്ന്. 25 വർഷമായി ഉസ്താദുമാരെ കാണുന്നു, ഡോക്ടർമാരെ കാണുന്നു, സ്വതക്ക ചെയ്യുന്നു, സംഭാവന ചെയ്യുന്നു, കുട്ടിയില്ലാത്ത ആയിരക്കണക്കിന് ആളുകളുണ്ട്. എന്തേ കുഴപ്പം? അള്ളാഹു ഒരുപക്ഷെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരിക്കാം. എന്നാൽ ചെറുപ്പക്കാരാ, കല്യാണത്തിന്റെ മധുവിധുമായി തേനൂറുന്ന സമയങ്ങളിൽ ഭാര്യയും ഭർത്താവുമായിട്ടൊരു സംസാരമുണ്ട്, ഒരു സംഭാഷണമുണ്ട്. ഇപ്പോഴൊന്നും എനിക്ക് കുട്ടി വേണ്ട, കുറച്ച് കഴിയട്ടെ എന്ന് ഒരുപക്ഷെ അള്ളാഹു നിങ്ങൾക്ക് നൽകാനിരിക്കുന്ന കുട്ടിയെ നിങ്ങളുടെ ആ തീരുമാനം കാരണം നിങ്ങൾ മാറ്റിവെച്ചാൽ ഒരുപക്ഷെ ജീവിതാവസാനം വരെ നിങ്ങൾക്ക് കുട്ടി ലഭിച്ചെന്ന് വരില്ല. അല്ലാതെ ഇപ്പോൾ കുട്ടിയൊന്നും വേണ്ട എന്ന വിശ്വാസത്തോടെ, ആഗ്രഹത്തോടെ നിങ്ങൾ ശാരീരിക ബന്ധത്തിലേർപ്പെടുകയും അതിൽ നിന്ന് നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായാൽ ഭാര്യയുടെ താല്പര്യം എനിക്ക് കുട്ടി വേണ്ട എന്നാണ്, ഭർത്താവിന്റെ താല്പര്യം എനിക്ക് കുട്ടി വേണ്ട എന്നാണ്. അങ്ങനെ ശാരീരികമായി ബന്ധപ്പെടുമ്പോഴാണ് അതിൽ നിന്ന് കുട്ടിയുണ്ടായത്. ആ കുട്ടി ലോകത്തിനും മാതാപിതാക്കൾക്കും സമൂഹത്തിനും വേണ്ടാത്ത കുട്ടിയായി മാറുമെന്ന് പറഞ്ഞത് മനഃശാസ്ത്രജ്ഞന്മാരല്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസിന്റെ വചനങ്ങളും ഇന്ന് നടക്കുന്ന വൈദ്യശാസ്ത്രത്തിന്റെ പരീക്ഷണങ്ങളും നമ്മൾക്ക് വിളിച്ചോതുകയാണ്. കുട്ടി വേണ്ട, കുട്ടി വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്തിപ്പിക്കുക. അതിനിടയിൽ അറിയാതെ കുട്ടി ഉണ്ടാവുക, ഭാര്യയ്ക്ക് വിഷമായി, ഭർത്താവിന് വിഷമായി. ഈ കുട്ടി അന്ന് മുതൽ നിനക്ക് വേണ്ടാത്ത കുട്ടിയായിട്ടാ വളരാ. ഇങ്ങനത്തെ കുട്ടികളുണ്ടാകും. അവർ മന്ദബുദ്ധികളായിട്ടാ വളരാ. അവർക്ക് ബുദ്ധിയിൽ വൈകല്യം ഉണ്ടാകും, സ്വഭാവത്തിൽ വൈകല്യം ഉണ്ടാകും. ഇതൊക്കെ എങ്ങനെ പറയാ? ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഇതൊക്കെ പഠിച്ച് പറയാ. വെറുതെ പറയുന്ന വിഷയമല്ല ഇത്. നമ്മൾ ഭാര്യ പ്രസവിക്കുന്നതിന് മുമ്പേ നമ്മൾ ഒരു പ്രസവം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കണമെന്നാണ്. വിഷ്വൽ, ഓഡിറ്ററി, ഇങ്ങനെ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് പുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരു സ്വാലിഹായ കുട്ടിയെ മനസ്സിൽ കരുതണം. അതൊന്നാമത്തെ പ്രസവമാണ്. ഇങ്ങനെ കരുതിയാൽ നമ്മൾക്ക് നല്ല സ്വാലിഹീങ്ങളായ കുട്ടികൾ ഉണ്ടാകുമെന്ന്. കുട്ടിയെ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതെങ്കിൽ ആ കുട്ടി അതിൽ നിന്നുണ്ടായാൽ ആ ജനിക്കുന്ന കുട്ടി ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഉപകാരമില്ലാത്ത കുട്ടിയായി മാറും. എനിക്കറിയാം അങ്ങനൊരു സഹോദരിയെക്കുറിച്ച്. കുട്ടിണ്ടായി, വേണ്ടാന്ന് വെച്ചതാണ്, കുട്ടിണ്ടായി, കരഞ്ഞു 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 8 മാസം 9 മാസം പൂർത്തിയാക്കി. ആ കുട്ടിക്ക് ഏകദേശം ഒരു 10 വയസ്സാണ്. കുട്ടിക്ക് മന്ദബുദ്ധിയാണ്. ഒരുപാട് കൗൺസിലർമാരെ കാണിച്ചു, മാറ്റില്ല. എന്തേ? ഉമ്മയ്ക്ക് വേണ്ട, ഉമ്മയ്ക്ക് വേണ്ടാത്ത സമയത്തുണ്ടായ കുട്ടി ഉമ്മയ്ക്ക് വേണ്ടാത്തതുപോലെ ജീവിക്കാൻ. അതുകൊണ്ട് സഹോദരന്മാർ ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കാം. ശാരീരികമായിട്ടുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് ഈ ഒരു ദിക്റും കൂടി പഠിച്ചു വെക്കുക. കല്യാണം കഴിക്കുമ്പോൾ ചെറുപ്പക്കാർ വിളിക്കും, ഫാമിലി ഫ്രണ്ട്സ് പ്രത്യേകിച്ചിട്ട്, പിന്നെ ചെല്ലേണ്ട ദിക്ർ എന്താണ്, ചെല്ലേണ്ട ദിക്ർ എന്താണ്, എന്താണ് ദിക്ർ എന്ന് ചോദിക്കും. അത് ആകെ ഒരു ഫസ്റ്റ് നൈറ്റിൽ മാത്രം ചെല്ലേണ്ട ദിക്റാണോ അത്? ആദ്യ രാത്രികളിൽ മാത്രം ചെല്ലേണ്ട ദിക്റാണോ അത്? മരണം വരെ നമ്മൾ ചെല്ലണം. മുറിയിലെത്തിയാലും മരണം വരെ ചെല്ലേണ്ട ദിക്റാണത്. എന്താണ്? അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തനാ. അല്ലാഹുവേ, എനിക്ക് നീ നൽകാൻ പോകുന്ന മക്കളിൽ നിന്ന് പിശാചിനെ അകറ്റണേ എന്നുള്ള ദുആയാണത്. പഠിക്കണം ചെറുപ്പക്കാരാ. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളും ആണുങ്ങളും ചെല്ലണം ഇത്. കല്യാണം കഴിഞ്ഞത് മുതൽ മരണം വരെ ഒന്നിച്ചുറങ്ങേണ്ട ഭാര്യ ഭർത്താക്കന്മാർ എല്ലാ രാത്രിയിലും ചെല്ലേണ്ട ദിക്റാണിത്. ആകെ ഒരു ഫസ്റ്റ് നൈറ്റിൽ മാത്രം പറയേണ്ട ദിക്റല്ല ഇത്. ഇത് ചൊല്ലി ഒരാൾ ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെട്ടാൽ
ലം യമുസ്സുഹു ഉമ്മുസ്സിബിയാൻ, പിശാചിന്റെ ശല്യം ആ മക്കൾക്കുണ്ടാവൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. എന്താണ് ദിക്റ്? അല്ലാഹുമ്മ ജന്നിബിനി ശൈത്വാൻ, അല്ലാഹുവേ പിശാചിനെ നീ എന്നിൽ നിന്ന് അകറ്റണേ. വജന്നിബി ശൈത്വാന മാ റസഖ്തനാ, അല്ലാഹുവേ എനിക്ക് നൽകാൻ പോകുന്ന മക്കളിൽ നിന്നും പിശാചിനെ അകറ്റണേ അല്ലാഹ്. എല്ലാവരും ചൊല്ലണം ഈ ദിക്ർ, എല്ലാ രാത്രികളിലും ചൊല്ലണം. വുളൂ ചെയ്തുകൊണ്ട് പല്ല് തേച്ചുകൊണ്ട് മുറിയിലേക്ക് വരണം. പല്ല് തേക്കണം. മുറിയിലേക്ക് വരുമ്പോ ഇന്നലെ ചെന്ന മത്തിക്കറിയുമായിട്ട് റൂമിലേക്ക് വരല്ലേ. പ്രത്യേകിച്ചിട്ട് കല്യാണം കഴിഞ്ഞ ദമ്പതിമാർ, നിങ്ങളുടെ ഇടയിലുള്ള ഇണക്കം വർദ്ധിക്കണം, സ്നേഹം വർദ്ധിക്കണം. അതിനൊരു ഉപകരണമാണ് സുഗന്ധം എന്നുള്ളത്. സുഗന്ധം പൂശണം. ഉറങ്ങുന്ന ബെഡ്റൂമിൽ സുഗന്ധമുണ്ടാവണം. വീടിന്റെ ബെഡിന്റെ വിരിപ്പിൽ സുഗന്ധമുണ്ടാവണം. തലയണയിൽ സുഗന്ധം പൂശണം. ആകെ ഒരു കല്യാണമെന്ന് കേൾക്കുമ്പോഴേക്കും കുളിച്ച് അണിഞ്ഞ് ചമഞ്ഞൊരുങ്ങി സുഗന്ധം പൂശി പുറത്തിറങ്ങുന്ന പെണ്ണെ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വിഷയമാണത്. നാട്ടുകാർക്കല്ല നിന്റെ സൗന്ദര്യം നീ പ്രകടിപ്പിക്കേണ്ടത്. നാട്ടുകാരുടെ മുമ്പിലല്ല നീ ചണിഞ്ഞൊരുങ്ങേണ്ടത്. നാട്ടുകാരുടെ മുമ്പിലല്ല നീ ചമയേണ്ടത്. നിന്റെ ഭർത്താവിന്റെ മുമ്പിലാണ്. രാത്രി സമയങ്ങളിൽ മനോഹരമായി വുളൂ ചെയ്ത് പല്ല് തേച്ച് ബെഡ്റൂം മനോഹരമാക്കി നല്ല മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് സെന്റ് തേച്ച് അത്തറ് പൂശി കിടന്നുറങ്ങിയാൽ നിന്റെ ദാമ്പത്യ ജീവിതം പരിമളമാണ്, സുഗന്ധപൂരിതമാണ്. ചെയ്തുകൂടെ?